സ്റ്റുഡൻസ്, നമ്മളിന്ന് ഫോർത്ത് മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഓർത്തോഗണൽ ഫങ്ഷൻസ്. ഓക്കെ, സോ അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഇന്നർ പ്രൊഡക്റ്റ് ആണ്. സോ ഇന്നർ പ്രൊഡക്റ്റ് നമ്മൾ പറയുന്നതിന് മുന്നായിട്ട് അവർ വെക്റ്റർ സ്പേസിലാണ് നമ്മൾ ആക്ച്വലി ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. വെക്റ്റർ സ്പേസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സെക്കൻഡ് സെമ്മിൽ ചാപ്റ്റർ 7 പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. സോ നമ്മൾ ഇപ്പോൾ ഒരു R3 എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൽ R3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ R ക്രോസ് R ആണ്. അത് ജോമെട്രിക്കലി നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ XYZ പ്ലെയിൻ പോലെയായിരിക്കും ഇരിക്കുന്നത്. IJK എന്ന് പറയുന്ന 3 കമ്പോണൻസ് ആയിരിക്കും അതിലുണ്ടായിരിക്കാം. അതിൽ ഓരോ വെക്റ്ററിനെ നമ്മൾ IJK ഫോമിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ U എന്ന് പറയുന്ന ഒരു വെക്റ്റർ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? R3 എന്ന് പറയുന്ന ഒരു സ്പേസിലെ U1I പ്ലസ് U2J പ്ലസ് U3K. അതിൽ X കമ്പോണൻ്റ് ആണ് U1 എന്ന് പറയുന്നത്, Y കമ്പോണൻ്റ് ആണ് U2 എന്ന് പറയുന്നത്, K കമ്പോണൻ്റ് ആണ് U3 എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ വേറൊരു വെക്റ്റർ ഞാൻ വിയും കൂടെ എടുക്കുകയാണ്. അവർ തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് നമ്മൾ അവിടെ എങ്ങനെ എഴുതിയിരുന്നത്? അവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ടായിരുന്നു. അവിടെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടിരുന്നു. ഓക്കെ, ഇന്നർ പ്രൊഡക്റ്റ് അല്ല, അവിടെ നമ്മൾ 2 വെക്റ്റേഴ്സ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണ്. R3യിലെ 2 വെക്റ്റേഴ്സ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്? കമ്പോണൻറ്റ് വൈസ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ദെൻ അവരുടെ സം എടുക്കുമായിരുന്നു അല്ലേ. ഡോട്ട് പ്രൊഡക്റ്റ് 2 വെക്റ്ററിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടൻ്റായി കിട്ടുന്നത് എന്തായിരിക്കും? ഒരു സ്കേലർ ആയിരിക്കും, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, ഒരു നെഗറ്റീവോ റിയൽ നമ്പർ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, സോ അവിടെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് U1 V1 പ്ലസ് U2 V2 പ്ലസ് U3 V3. 2 വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ അങ്ങനെയാണ് അവിടെ ഡിഫൈൻ ചെയ്തിരുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇവിടെ 2 വെക്റ്റേഴ്സിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആ പ്രൊഡക്റ്റ് കുറച്ച് കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, സോ ആ കണ്ടീഷൻസ് 4 എണ്ണമാണ് അവിടെ താഴെ ചെയ്തിരിക്കുന്നത്. UV ഈക്വൽ ടു VU ആയിരിക്കണം. KU, V, അതായത് ഒരു സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്ത U ഉണ്ട് അല്ലേ. സോ KU എന്ന് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. U എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ കൂടെ K എന്ന് പറയുന്ന സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ KU, V എന്ന് പറയുന്നത് എന്തായിരിക്കണം? K ഇൻറ്റു UV എന്ന് പറയുന്ന വെക്റ്റർ ആയിരിക്കണം. ഇനി അടുത്ത് എന്താ പറയുന്നത്? U എന്ന് പറയുന്നത് 0 എപ്പോഴായിരിക്കണം? U 0 ആകുമ്പോൾ മാത്രം. ദെൻ U, എന്ന് പറയുന്നതിൻ്റെ ഇൻ്റർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ദെൻ U പ്ലസ് V, W എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? UW പ്ലസ് VWനോട് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, സോ ഈ ഒരു ഇന്നർ പ്രൊഡക്റ്റ് നമ്മൾ ഇത്രയും കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ വി എക്സ്പെക്ട് എനി ജനറലൈസേഷൻ ഓഫ് ദി ഇന്നർ പ്രൊഡക്റ്റ് ടു പൊസസ് ദീസ് സെയിം പ്രോപ്പർട്ടീസ്. ഓക്കെ, ഏതൊരു ഇന്നർ പ്രൊഡക്റ്റും ഈ ഒരു പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് തരുന്ന ആ പ്രൊഡക്റ്റ് നമുക്ക് അവരോട് ഒരു ഓപ്പറേഷൻ വന്നിട്ടുണ്ടായിരിക്കും, അത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് ആവണമെന്ന് പറയണമെങ്കിൽ ഈ 4 കണ്ടീഷൻസും അത് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ കണ്ട ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഒരു ചെറിയൊരു സിമിലാരിറ്റി തന്നെയാണ് ഇന്നർ പ്രൊഡക്റ്റിന് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതായിരുന്നു. ഡോട്ട് പ്രൊഡക്റ്റ് എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. ഇവിടെ നമ്മൾ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് ഇന്നർ പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത്. ആ ഡോട്ട് പ്രൊഡക്റ്റ് ഇന്നർ പ്രൊഡക്റ്റ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ എന്തെന്ന് പറയും? ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയും. ഓക്കെ, സോ നമ്മൾ 2 ഫങ്ഷൻസിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. നമ്മൾ 2 വെക്റ്റേഴ്സിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? സോ അതാണ് ഈ മുകളിൽ എഴുതി വെച്ചത്. ഡോട്ട് പ്രൊഡക്റ്റ് പോലെ തന്നെയാണ് ഇന്നർ പ്രൊഡക്റ്റും 2 വെക്റ്റേഴ്സിൻ്റെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? കമ്പോണൻറ്റ് വൈസ് പ്രൊഡക്റ്റ് എടുത്ത് അവരെല്ലാവരും കൂടെ ആഡ് ചെയ്യും. ഓക്കെ, സോ അതിന് നമ്മൾ ജനറലൈസ് സമ്മേഷൻ K ഈക്വൽ ടു 1 2 3 UK VK എന്ന് എഴുതിയിട്ടുണ്ട്. അത് തന്നെയാണ് അവിടെ എക്സ്പാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. U1 V1 പ്ലസ് U2 V2 പ്ലസ് U3 V3. ഓക്കെ, സോ ഫങ്ഷൻസിൻ്റെ കേസിലെത്തുമ്പോൾ നമ്മളൊന്ന് മാറ്റിപ്പിടിക്കുകയാണ്. അവിടെ ഒരു പ്രൊഡക്റ്റ് ഇന്നർ പ്രൊഡക്റ്റായി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫങ്ഷൻസിൽ ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് F1, F2 എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇൻ്റഗ്രൽ A to B F1 of X
ഇൻറ്റു F2 ഓഫ് എക്സ് ഡി എക്സ്. ആ ഇന്നർ പ്രൊഡക്റ്റ് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ സാധാ മൾട്ടിപ്ലിക്കേഷനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ വെക്റ്റേഴ്സിൽ ഇന്നർ പ്രൊഡക്റ്റ് ഇങ്ങനെയും ഫങ്ഷൻസിൽ ഇങ്ങനെയാണ് ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, the inner product of two functions f1 and f2 on an interval closed interval ab is the number inner product of f1 comma f2 integral a to b f1 of x into f2 of x dx. അപ്പോൾ നിങ്ങൾ നോക്കുക, അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ ഫൈനൈറ്റ് നമ്പേഴ്സാണ്. ഓക്കെ, സോ നമ്മൾ ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഒരു സ്കേലാർ തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ആ വെക്റ്റർ സ്പേസിലെ ആ ഭാഗത്ത് തന്നെ രണ്ട് വെക്റ്റേഴ്സ് എപ്പോഴാണ് ഓർത്തോഗണൽ അല്ലെങ്കിൽ ഓർത്തോഗണൽ സെറ്റിനൊക്കെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, യുവും വിയും ഇപ്പം നമ്മൾ ഒരു സെറ്റിലെ എലമെൻറ്റ്സൊക്കെ ഓർത്തോഗണലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു സെറ്റ് യു വി, രണ്ട് വെക്റ്റേഴ്സ് ഉണ്ട്. ഈ രണ്ട് വെക്റ്റേഴ്സ് ഓർത്തോഗണലാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? യു വി എന്ന് പറയുന്ന ആ ഇന്നർ പ്രൊഡക്റ്റ് എന്തായി മാറണം? 0 ആയിരിക്കണം. ഓക്കെ, ഓർത്തോഗണൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സെറ്റ് ഞാൻ എടുക്കുകയാണ്, അതിൽ യുവും വി എന്ന് പറഞ്ഞ രണ്ട് വെക്റ്റേഴ്സാണ്. ആ രണ്ട് വെക്റ്റേഴ്സ് ഓർത്തോഗണലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവർ തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് എന്താവണം? 0 ആയിരിക്കണം. ഓക്കെ, അവർ തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് എന്താവണം? 0 ആയിരിക്കണം. അതുപോലെ തന്നെ രണ്ട് ഫങ്ഷൻസ് ഓർത്തോഗണലാണെന്ന് പറയണമെങ്കിൽ അവർ തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് എന്താവണം? 0 ആയിരിക്കണം. രണ്ട് ഫങ്ഷൻസ് തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇൻ്റഗ്രൽ f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, സോ അങ്ങനെയാണ് അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ആ ഡിഫൈൻ ചെയ്ത ഇന്നർ പ്രൊഡക്റ്റ് എന്തായി മാറണം? 0 ആയി മാറുകയാണെങ്കിൽ ആ രണ്ട് ഫങ്ഷൻസ് എന്താണെന്ന് പറയും? ഓർത്തോഗണലാണെന്ന് പറയും. ഓക്കെ, സോ നമുക്ക് വെക്റ്റേഴ്സിൻ്റെ കേസിലൊക്കെ ഓർത്തോഗണൽ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ രണ്ട് വെക്റ്റേഴ്സ് ഓർത്തോഗണലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോമെട്രിക്കൽ ഒന്ന് തിങ്ക് ചെയ്യുമ്പോൾ എന്ത് പറയാം നമുക്ക്? അവർ രണ്ടുപേരും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവർ ഓർത്തോഗണലാണെന്ന് പറയും. ഓക്കെ, രണ്ട് വെക്റ്റേഴ്സ് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരുവാണെങ്കിലാണ് അവിടെ എന്ത് ഉദ്ദേശിക്കുന്നത്? ആ രണ്ടാൾക്കാരും ഓർത്തോഗണലാണെന്ന് പറയുന്നത്. ശരിക്കും ഒരു സിനോണിമസ് പോലെ ആണ് ഓർത്തോഗണൽ പെർപെൻഡിക്കുലർ, രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. വെക്റ്റേഴ്സിൻ്റെ കേസിൽ നമുക്കത് എന്ത് ചെയ്യാം? ജോമെട്രിക്കലി അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഫങ്ഷൻസിൻ്റെ കേസ് എത്തുമ്പോൾ രണ്ട് ഫങ്ഷൻസ് പെർപെൻഡിക്കുലർ ആവാം. സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അത് നമുക്കങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് വിഷ്വലൈസ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ബട്ട് വെക്റ്റേഴ്സിൻ്റെ കേസിൽ രണ്ട് വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ എന്ന് എന്താണോ പറയുന്നത് അത് തന്നെയാണ് ഓർത്തോഗണൽ എന്നുള്ളത് കൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി നല്ല രസമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അടുത്തൊരു എക്സാമ്പിൾ എടുക്കാം. x² x³ എന്ന് പറയുന്ന ഫംഗ്ഷൻ -1,1 പരസ്പരം ഓർത്തോഗണലാണെന്ന്. സോ ആ ഫങ്ഷൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവർ രണ്ടുപേരും പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടാണോ അവിടെ കിടക്കുന്നത്? സോ നമുക്കവിടെ അങ്ങനെ ഒരു പെർപെൻഡിക്കുലർ എന്നുള്ളൊരു മീനിങ് ഫങ്ഷൻസിൻ്റെ ഇടയിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ, സോ വിഷ്വലൈസേഷൻ ഫങ്ഷൻസിൻ്റെ കേസിൽ പോസിബിൾ അല്ല. പക്ഷേ വെക്റ്റേഴ്സിൻ്റെ കേസിൽ അത് നമുക്ക് പോസിബിളാണ്. രണ്ട് വെക്റ്റേഴ്സ് നമ്മൾ വരയ്ക്കുമ്പോൾ അവർ തമ്മിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്കവിടെ പറയാൻ പറ്റും അവർ രണ്ടുപേരും എന്താണ്? ഓർത്തോഗണലാണ്. പക്ഷേ ഫങ്ഷൻസിൻ്റെ കേസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കത് കറക്റ്റായിട്ട് പറയാനായിട്ട് ഓർത്തോഗണൽ ആണോ അല്ലയോ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ മൈൻഡിലിരിക്കാം. ഫങ്ഷൻസിൻ്റെ കേസ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ വെക്റ്റേഴ്സിൻ്റെ കേസിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. പെർപെൻഡിക്കുലർ എന്നുള്ളൊരു മീനിങ് തന്നെയാണ് ഓർത്തോഗണൽ എന്നുള്ളൊരു മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ 1 നോക്കുക. ഓർത്തോഗണൽ ഫങ്ഷൻസ്. അതിനൊരു എക്സാമ്പിളാണ്. നമ്മൾ ഓർത്തോഗണൽ ഫംഗ്ഷൻ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12.1.2. എന്താണ് ആ രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ്? ആ ബ്രാക്കറ്റ് ഓഫ് f1, f2 നമ്മൾ വായിക്കേണ്ടത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് f1, f2 എന്നാണ്. ഓർഡർഡ് പെയർ f1, f2 എന്നല്ല വായിക്കേണ്ടത്. ഇങ്ങനെ വായിക്കേണ്ടത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് f1, f2. ഓക്കെ, സോ അത് ആ ഇൻ്റഗ്രൽ 0 ആയി വരാണെങ്കിൽ അവർ തമ്മിൽ എന്താണെന്ന് പറയും? ഓർത്തോഗണലാണെന്ന് പറയും. അപ്പോൾ എക്സാമ്പിൾ നോക്കുക. x² x³ അവർ തമ്മിൽ ഓർത്തോഗണലാണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. സോ ഇൻ്റഗ്രൽ -1 to 1 x² ഇൻറ്റു x³. സോ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണു. അപ്പോൾ എന്ത് വരും? x⁵5 വരും. x⁵5ൻ്റെ ഇൻ്റഗ്രൽ എന്താ? x⁶ by
6 ആണ് അല്ലേ. എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ആണ്. സോ ഇവിടെ എക്സ് റേസ് ടു 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 1 വരും. സോ എന്ത് വരും? എക്സ് റേസ് ടു 6 ബൈ 6. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. 1 കൊടുത്താലും -1 കൊടുത്താലും എക്സ് റേസ് ടു 6 ആണ് അല്ലേ. 1 -1 കൊടുത്താലും നമുക്ക് ആരെന്നെ കിട്ടുന്നത്? 1 തന്നെയാണ് കിട്ടുന്നത്. കാരണം ഇവൺ ആണ് പവർ വന്നിരിക്കുന്നത്. അപ്പോൾ 1 റേസ് ടു 6ഉം -1 റേസ് ടു 6 എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ 1/6 - 1/6 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? 0 എന്ന് വരും. ഓക്കെ. സോ നമുക്ക് എന്ത് പറയാം? എക്സ് സ്ക്വയറും എക്സ് ക്യൂബ് എന്ന് പറയുന്ന ആ രണ്ട് ഫങ്ഷൻസ് എന്താണെന്ന് പറയാം? പരസ്പരം ഓർത്തോഗണൽ ആണ്, അല്ലെങ്കിൽ ആ രണ്ട് ഫങ്ഷൻസ് ഓർത്തോഗണൽ ഫങ്ഷൻസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ. സോ ഇതുപോലെ ഓർത്തോഗണൽ സെറ്റ്. ഓക്കെ, നമ്മൾ ആദ്യം രണ്ട് ഫങ്ഷൻസ് എപ്പോഴാണ് ഓർത്തോഗണൽ ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും നമ്മുടെ സെറ്റിൽ 2 പേര് മാത്രം ഉണ്ടാവണമെന്നില്ലല്ലോ, രണ്ടിൽ കൂടുതൽ ആൾക്കാർ വരാം. അപ്പോൾ അങ്ങനെ ഒരു ഓർത്തോഗണൽ ഒരു സെറ്റിന് നമ്മൾ എപ്പോഴാണ് ഓർത്തോഗണൽ എന്ന് പറയാം. അതാണ് നമ്മൾ അടുത്തത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡെഫിനിഷൻ 12.1.3ൽ ഓർത്തോഗണൽ സെറ്റ്. നേരത്തെ ഓർത്തോഗണൽ ഫങ്ഷൻസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. 2 ഫങ്ഷൻസ് ഓർത്തോഗണൽ ആവും. ഇപ്പോൾ 2ൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? ആ കാര്യത്തിലാണ് നമ്മൾ അടുത്ത ഡെഫിനേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സെറ്റ് ഓഫ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ്, നമ്മുടെ സെറ്റിൽ കുറേ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഉണ്ട്. റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുക? റിയൽ നമ്പേഴ്സിലോട്ട് മാപ്പ് ചെയ്യുന്ന ഫങ്ഷൻസ്. ഓക്കെ. സോ φ0 φ1 φ2 അങ്ങനെ ഒത്തിരി ഫങ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു സെറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്ന ആ ഇൻ്റർവെല്ലിൽ, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഓർത്തോഗണൽ ആണെന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? φm ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് φm, φn ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് ഇൻ്റഗ്രൽ a to b φm ഓഫ് x ഇൻറ്റു φn ഓഫ് x dx ഈക്വൽ ടു 0 ആയിരിക്കണം. ഒരു കണ്ടീഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, m നോട്ട് ഈക്വൽ ടു n. അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള രണ്ട് ഫങ്ഷൻസ്. ഓക്കെ, φmഉം φnഉം ഒരേ ഫങ്ഷൻ ആവാൻ പാടില്ല. ഓക്കെ, എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്, അതായത് φ0ഉം φ1ഉം, ഓക്കെ, φ1ഉം φ2, അതുപോലെ φ0ഉം φ5ഉം. ഓക്കെ, സോ ഇങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളവർ. ഓക്കെ, ഈ ഫങ്ഷൻസിൻ്റെ ഈ ഇന്നർ പ്രൊഡക്ട്സ് ഒക്കെ എന്തായി മാറണം? 0 ആയിട്ട് മാറണം. സോ ആ ഒരു കണ്ടീഷനാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് ഏത് പെയർ ഓഫ് എടുത്തു കഴിഞ്ഞാലും, ഏത് രണ്ട് ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞാലും, ഏതെങ്കിലും 2 or 3 എണ്ണത്തിന് ശരിയായതുകൊണ്ട് നമ്മൾ ആ സെറ്റ് ഓർത്തോഗണലാന്ന് പറയില്ല. ആ സെറ്റിലെ ഏത് 2 ആൾക്കാർ തമ്മിലും ഇന്നർ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണം? 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ സെറ്റ് ഓർത്തോഗണൽ സെറ്റാണെന്ന് പറയും. ഒരിക്കലും നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെ എടുക്കാൻ പാടില്ല. ഇപ്പം ഞാനിവിടെ എഴുതിയതൊക്കെ φ0 φ1 φ1 φ2 അതുപോലെ φ0 φ5 എന്നാണ്. ഒരിക്കലും φ0 φ1 φ1 ഇതൊന്നും അല്ല ചെക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ സെയിം ആയിട്ട് വരുന്നവരല്ല ചെക്ക് ചെയ്യേണ്ടത്. പകരം ആരെ ചെക്ക് ചെയ്യേണ്ടത്? നമ്മളിവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ. നോക്കൂ, m നോട്ട് ഈക്വൽ ടു n, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 റിയൽ വാല്യൂഡ് ഫങ്ഷൻസിന് ഇന്നർ പ്രൊഡക്റ്റ്, ഏത് 2 റിയൽ വാല്യൂഡ് ഫങ്ഷൻസിൻ്റെയും ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരണം? 0 വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ സെറ്റ് ഓർത്തോഗണൽ സെറ്റാണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ കൂടെ ഡിസ്കസ് ചെയ്ത് വെക്റ്റർ സ്പേസ് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തതാണ്. വെക്റ്റർ സ്പേസിലാണ് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് പറയുന്നത്. വെക്റ്റർ സ്പേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി നോക്കാം. അവിടെ നമുക്ക് ആ ഒരു വെക്റ്റർ സ്പേസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഒരു വെക്റ്റർ വേണം, വെക്റ്റേഴ്സിൻ്റെ ഒരു സെറ്റ് വേണം, പിന്നെ സ്കേലാറിൻ്റെ ഒരു സെറ്റും ഉണ്ട്. ദെൻ ആ സ്കേലാറും വെക്റ്റേഴ്സും നമ്മുടെ കയ്യിലുണ്ട്. ദെൻ അതിൻ്റെ ഉള്ളിൽ നമ്മൾ 2 ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഒന്ന് വെക്റ്റർ അഡീഷനും ഒന്ന് സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും. വെക്റ്റർ അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 വെക്റ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാലോ ഒരു സ്കേലാറും ഒരു വെക്റ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. സോ അങ്ങനെ 2 ഓപ്പറേഷൻസാണ് നമ്മളവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഒരിക്കലും ഒരു സ്കേലാറും ഒരു വെക്റ്ററും തമ്മിൽ ആഡ് ചെയ്യുന്ന ഓപ്പറേഷനൊന്നും അല്ല നമ്മളവിടെ ഡിഫൈൻ ചെയ്യുന്നത്. 2 ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. വെക്റ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം,
ഒരു സ്കേലാറും ഒരു വെക്ടറും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ഒരു അഡീഷനും ഒരു മൾട്ടിപ്ലിക്കേഷനാണ് നമ്മളവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അവരൊരു 10 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. ദെൻ ആ 10 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ സ്പേസിനെ വെക്ടർ സ്പേസ് എന്ന് പറയും. ഓക്കെ, സോ ആ ഒരു വെക്ടർ സ്പേസിലാണ് നമ്മൾ ശരിക്കും ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ആണ് എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. 2 വെക്ടേഴ്സ് നമ്മളൊരു ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യണം. ഒരു പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്ന ആ പ്രൊഡക്റ്റ് ഇന്നർ പ്രൊഡക്റ്റ് ആണെന്ന് പറയണമെങ്കിൽ ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ദെൻ അത് വെക്ടേഴ്സിൻ്റെ കേസിൽ നമ്മൾ പറയുന്നു. സോ ഒരു ഇന്നർ പ്രൊഡക്റ്റ് ഫങ്ഷൻസിൻ്റെ സെറ്റിൽ, ആ ഫങ്ഷൻസിൻ്റെ സ്പേസിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ആ ഇന്നർ പ്രൊഡക്റ്റ് ഇതുപോലെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? ആ ഫങ്ഷൻസിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഇൻ്റഗ്രൽ. അങ്ങനെയാണ് നമ്മൾ ആ ഇന്നർ പ്രൊഡക്റ്റ് ഫങ്ഷൻസിൻ്റെ സ്പേസിൽ ഡിഫൈൻ ചെയ്യുന്നത്. സോ 2 ഫങ്ഷൻസ് ഓർത്തോഗണൽ ആവുന്നത് എപ്പോഴാണ്? അവർ തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് 0 ആകുമ്പോൾ. സോ ഒരു ഓർത്തോഗണൽ സെറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഏത് 2 ഫങ്ഷൻസിൻ്റെയും ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ സെറ്റിനെ ഓർത്തോഗണൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ഡെഫിനേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോയിൽ. സോ നന്നായി ഒന്ന് വായിക്കുക. അതുപോലെ തന്നെ വെക്ടർ സ്പേസിൻ്റെ ചാപ്റ്റർ 7 നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ അങ്ങോട്ടൊന്ന് പഠിച്ചതാണ്. സോ അതൊന്ന് റീകോൾ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ ഭാഗം വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.